ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോഴേ പാതിരാത്രിയിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് എക്സ്പോ നടക്കാണ്. ഞാൻ ആ എക്സ്പോനെ കുറ്റം പറയല്ല. ആ എക്സ്പോയിൽ ഞാൻ അധികം കണ്ടത് ആരെന്നറിയോ? പർദ്ദാധാരികളായ സ്ത്രീകളാണ്. സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, അതും രാത്രിയിൽ. പിന്നെ എങ്ങനെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? ചോദിച്ച പോലെ എന്താ പറയാന്നറിയോ? പകല് ഞങ്ങൾക്ക് വലിയ ജോലി തിരക്കാണ്, അതുകൊണ്ടാണ് രാത്രി ഇറങ്ങിയത്. പകല് പണിയെടുത്തിട്ട് രാത്രി പുറത്തിറങ്ങാന്നാണോ അതിന്റെ അർത്ഥം? നിങ്ങൾക്കറിയോ, അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർക്കാതെ പാതിരാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാണോ എന്ന്. കിടന്നുറങ്ങണോനോട് പറഞ്ഞ വർത്താനത്. അപ്പൊ പാതിരാത്രിയിൽ കളി വിനോദങ്ങൾക്ക് പോയുള്ള അവസ്ഥ. സമുദായം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെതിരെ തിരിഞ്ഞപ്പോ വെള്ളിയാഴ്ച ടൈഗ്രീസ് നദിയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് അബൂ ഖുദാമത്തു ശാമി റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തിയില്ലേ? അള്ളാഹുവിന്റെ ദീനിനൊരു പ്രതിസന്ധി വരുമ്പോ നിങ്ങൾ എന്താണ് ധർമ്മസമരത്തിനിറങ്ങാത്തത് എന്ന്. അപ്പൊ അബൂ ഖുദാമയെ ഒരു പെണ്ണ് കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അബൂ ഖുദാമ, നിങ്ങളൊക്കെ നാളെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് യുദ്ധത്തിനിറങ്ങുമ്പോ ഞങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്താ ചെയ്യാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അബൂ ഖുദാമയുടെ കയ്യിൽ ആ പെണ്ണ് ഒരു പൊതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അബൂ ഖുദാമ, ഈ പൊതിയിൽ എന്റെ തലയിൽ കിടക്കുന്ന മുടിയാണ്. ആ മുടി മുറിച്ചാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അബൂ ഖുദാമ, നിങ്ങൾ നാളെ യുദ്ധത്തിനിറങ്ങുമ്പോ നിങ്ങളുടെ കുതിരയുടെ മൂക്ക് കയറായിട്ട് എന്റെ മുടി നിങ്ങൾ ഉപയോഗിക്കണമെന്ന്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യത്തിന്റെ ഭംഗി അവരുടെ കേശാലങ്കാരമല്ലേ. ആ മുടി മുറിച്ചണു കൊടുത്തു. അള്ളാഹുവിന്റെ ദീനിനൊരു പ്രശ്നം വന്നപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാത്തയും ഉസ്സയും അടക്കമുള്ള ബിംബങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചില്ലേ, മാലക്കും ലാ തന്തികൂൻ, ഹേ ബിംബങ്ങളെ, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? നിങ്ങൾ എന്താണ് വർത്തമാനം പറയാത്തത്? അതേപോലെ പാതിരാത്രിയില് അള്ളാനെ പേടില്ലാതെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയാ, ഇബ്രാഹിം നബി ചോദിച്ച അതേ ചോദ്യം, മാലക്കും ലാ തന്തികൂൻ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി?